തീർച്ചയായും 30 വർഷത്തിലേറെ കാലമായി ന്യൂസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള സെക്സിസ്റ്റ് തമാശകൾ, ഒരു സ്ത്രീകളെ വളരെ എന്താ പറയുക ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടുള്ള തമാശകൾ വളരെയധികം നമ്മളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പോലെ സകുടുംബം നമ്മളിരുന്ന് കാണുന്ന ഷോ ആയിരിക്കും. കാണണോ വേണ്ടോ എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും കാണുന്നു എന്നുള്ള പ്രിസംഷനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ഒരു ചേഞ്ചിന് ഒരു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടി വിയിൽ തീരെ കാണാതിരുന്ന ഒരു പ്രവണതയാണിത്. എന്നാൽ ഇത് വളരെയധികം ചില പരാമർശങ്ങളിലൂടെ ആയിരിക്കാം, ചില പ്രോഗ്രാമിലൂടെ ആകാം, ചില എന്താ പറയുക സീരിയൽസിലൂടെ ആകാം, അല്ലെങ്കിൽ ഷോസിലൂടെ ആകാം. ഏത് രീതിയിൽ ഞാൻ ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാളെയും ഒരു വിഭാഗത്തിനെയും കുറ്റം പറയുന്നതല്ല. ഇങ്ങനെയുള്ളൊരു പ്രവണത വരുമ്പോൾ അതാണ് പ്രേക്ഷകർക്ക് വേണ്ടത് എന്ന് പറയുന്ന ഒരു സംഘം മാധ്യമപ്രവർത്തകരുണ്ട്. ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരു സംഘം പ്രേക്ഷകരുമുണ്ട്. സമൂഹത്തിൽ നിന്നാണ് ഞങ്ങളിത് എടുക്കുന്നതെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. ഞങ്ങളിത് ടി വിയിൽ കാണുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ ഇത് വരുന്നതെന്നും പറയുന്നുണ്ട്. ഇതിലേതാണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ വീണ പറഞ്ഞതും പിന്നെ ഉഷ പറഞ്ഞതിലും ഒരു കാര്യം പറയുകയാണ്. അതിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം വീണ പറഞ്ഞ ഒരു പ്രോഗ്രാമിനെ നമ്മളെ വിളിക്കുമ്പോൾ, ആങ്കറായിട്ട് വിളിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യണ്ട, നമ്മൾ ആദ്യം ഒഴിവാകുക എന്ന് പറഞ്ഞു. പക്ഷേ പല പ്രോഗ്രാംസും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതുണ്ട്. അതിൽ പല പാരൻസും എൻ്റെ മകൾ എങ്ങനെയെങ്കിലും ടി വിയിൽ മുഖം കാണിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നിടത്ത് ആ കുട്ടിയുടെ ഡ്രസ്സ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ കുട്ടി എന്ത് പറയണം കൊണ്ടുപോകുന്ന അമ്മയ്ക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. പക്ഷേ ആ അമ്മയ്ക്ക് അത് പറഞ്ഞ മോൾ എന്തോ പറഞ്ഞോട്ടെ, എന്നാലും എൻ്റെ മോളൊരു താരമാവുമല്ലോ എന്ന് വിചാരിക്കുന്ന നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് തിരിച്ചറിവുള്ള കാലത്ത് നമുക്ക് പറ്റാത്ത കാര്യം നമുക്ക് നോന്ന് പറയാം, അല്ലാത്തത് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയാലും വിരോധമില്ല. അവർ ഈ ലെവലിലേക്ക് എത്തണമെന്ന് വിചാരിച്ചാൽ, കാരണം കുട്ടി കൊച്ചിലെ മുതൽക്ക് അതാണ് കണ്ട് ശീലമെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് തിരിച്ച് വേറൊന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കില്ല. പിന്നെ നമ്മൾ ഇന്ന പ്രോഗ്രാമാണ് പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചാൽ പലപ്പോഴും നമുക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കാലമൊക്കെ നോക്കും ഇതിനെന്താണ് റേറ്റിംഗ് എന്ന്. ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം വേണ്ടാന്ന് വെക്കും. പിന്നെ പ്രേക്ഷകരുടെ ഇടയിൽ സർവേ ചെയ്തിട്ടാണ് ഇവർക്ക് എന്ത് പ്രോഗ്രാം ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വീണ്ടും അവർ വേറൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ്. ഇതിന് പലതരം അഥവാ നമ്മളൊരു സീരിയലിൻ്റെ കാര്യം എടുത്താൽ തന്നെ അറിയാം. പല സീരിയലുകളും കുറേ എപ്പിസോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ഓൾ ഓൺ എ സഡൻ ആ ബ്രിമിൽ പെട്ടെന്ന് അങ്ങ് നിർത്തും. പിന്നെ അതിൽ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് പലതും അതിനകത്ത് സംഭവിച്ച് അതങ്ങ് തീർക്കും. എന്തുകൊണ്ടാണ്? ഈ ചാനലിലൊക്കെയും റേറ്റിംഗ് എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അല്ല റേറ്റിംഗ് ഉള്ളതാണെങ്കിൽ 5 വർഷം പോയാലും അവർ അത് നിർത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് കാണും എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? റേറ്റിങ്ങിലൂടെയാണ്. പല രീതിയിലുള്ള ചാനൽ റേറ്റിങ്ങുകളും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ മായ മാഡം സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ചാനൽ റേറ്റിങ്ങുകൾ സ്ത്രീയുടെ പൊസിഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് കേൾക്കാം. ഒരു റേറ്റിങ്ങിനകത്ത് സ്ത്രീക്ക് എത്രത്തോളം, സ്ത്രീയുടെ പ്രവർത്തനം എത്രത്തോളം ആ റേറ്റിങ്ങിനെ ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പുരുഷന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ ഒരുപടി മുൻപിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കുന്ന, ചർച്ചകൾ നടത്തുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നിന്നുണ്ട്. പോയ വർഷങ്ങളിലെ സംസ്ഥാന അവാർഡുകൾ തന്നെ നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഒരു തരംതിരിവ് ഇതിൽ നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു വിഷയമുണ്ട്, സെല്ലിംഗ് കമ്മോഡിറ്റി ആയിട്ട് സ്ത്രീകൾ പൊസിഷൻ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാരണം കൊണ്ടാണോ സ്ത്രീകളെ ഒരു സെല്ലിംഗ് കമ്മോഡിറ്റി ആയിട്ട് ജനങ്ങൾ പെർസീവ് ചെയ്യുന്നത്? നമ്മൾ പൊതുബോധത്തിനെ അങ്ങ് ട്യൂൺ ചെയ്ത് കൊടുക്കുകയാണോ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമൂഹത്തെ, ഒരു വലിയ മാസിനെ വല്ലാതെ സ്വാധീനിക്കാനായിട്ട് മീഡിയയ്ക്ക് സാധിക്കും. നമ്മുടെ സാംസ്കാരികമായിട്ട് കാലാകാലങ്ങളിൽ ചെറിയ 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 കാഴ്ചപ്പാടുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം അതൊരു പരിധിവരെ ഈ മീഡിയയുടെയും സിനിമയുടെയൊക്കെ സ്വാധീനം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇടുന്ന വേഷം, അത് വേഷത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളിടുന്ന ഇപ്പോൾ ന്യൂസ് പ്രസൻറ്റ് ചെയ്യാൻ വരുന്ന ന്യൂസിൻ്റെ കണ്ടൻറ്റിനപ്പുറത്തേക്ക് ഉടുക്കുന്ന സാരി, ഉപയോഗിക്കുന്ന ആക്സസറീസിനൊക്കെ പ്രാധാന്യമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോഴും ഒട്ടും വ്യതിചലിക്കാതെ നിൽക്കുന്ന ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ചാനൽസ് അടക്കമുള്ള ചാനൽസും ഉണ്ട്.
പക്ഷെ അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്രത്തോളം ആൾക്കാരിലേക്ക് അത് എത്തുന്നു എന്നുള്ളതൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. ആങ്കറിങ്ങിൻ്റെ കാര്യം എടുക്കട്ടെ. ആങ്കേഴ്സ് പലപ്പോഴും ഞാൻ ആങ്കറിങ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയുന്ന കണ്ടന്റിനോടൊപ്പം രണ്ട് തരത്തിൽ നമുക്ക് ആങ്കർ ചെയ്യാം. ഒന്നുകിൽ ഞാൻ ഡംബാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇടുന്ന വേഷവും എൻ്റെ ആക്സസറീസും എൻ്റെ എക്സ്പ്രഷൻസും കൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ, ഇതാണ് ഞാൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഒന്ന്. രണ്ട്, ഞാൻ കാര്യങ്ങൾ വായിക്കാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്, ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്, ഞാൻ എൻ്റേതായ അഭിപ്രായങ്ങൾ വളരെ മാന്യമായ രീതിയിൽ ചർച്ചകൾക്കിടയിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനിടയിൽ ഒന്ന് പറയാറുമുണ്ട്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ തലത്തിൽ ഇൻ്റലക്ച്വലുമാണ്, സൗന്ദര്യവുമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലോങ് റണ്ണ് തീർച്ചയായിട്ടും രണ്ടാമത്തതിന് തന്നെയായിരിക്കും. മറ്റത് ചുരുങ്ങിയ കാലത്ത് വന്ന് നമുക്ക് 4-5 ഡയലോഗൊക്കെ അടിച്ച് ആ സമയത്ത് ഒരു ഓളം ഉണ്ടാക്കാം, ഒരു വേവ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അങ്ങ് പോകാമെന്നുള്ളതിനപ്പുറം ദീർഘകാലം നിൽക്കണമെങ്കിൽ ഈ തലയിൽ എന്തെങ്കിലും ഉണ്ടായേ പറ്റുള്ളൂ. സൗന്ദര്യമുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ തെറ്റോ അറിയില്ല. മാധ്യമ ലോകത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും വാർത്താ റിപ്പോർട്ടിങ്ങിലേക്ക് കടന്നു വരുന്നവർ, നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളമുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്ഥാപനങ്ങളിൽ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർ പെൺകുട്ടികളാണ്. ഫ്രീലാൻസ് ജോലി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം നന്നേ കുറവാണ്. പൊതുവിൽ എല്ലാവരും ജോലിയിലേക്ക് കടക്കുമ്പോൾ പൊതുവിൽ എല്ലാവരും ഒരു റെഗുലർ സാലറീഡ് ആയിട്ടുള്ള ചാനലുകളിലേക്കോ അല്ലെങ്കിൽ മീഡിയ ഹൗസസിലേക്കോ അറ്റാച്ച്ഡ് ആവാനാണ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഒരുപക്ഷെ വീട്ടിൽ നിന്നുള്ളതായിരിക്കും വളരെ അലച്ചിലുള്ള ജോലി, അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തൊരു ജോലിക്ക് നീ പോകേണ്ടതുണ്ടോ എന്നുള്ള ഘടകമായിരിക്കും. മൊത്തത്തിലുള്ള ഘടകങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വൺസ് മീഡിയ ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഇവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നാണ് മാഡം നോക്കിക്കണ്ടിട്ടുള്ളത്? കാരണം പല ജനറേഷനിലുള്ള കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുന്നതും അവരുടെ കരിയർ ഗ്രോത്തും ഒക്കെ വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ജേർണലിസം ഒരു കരിയർ അങ്ങനെയാണ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം പേരും ചാനലിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അതൊരു ചിലർക്കതൊരു പോപ്പുലാരിറ്റി ആവാം, ചിലർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഫൈനാൻഷ്യൽ ഇതാവാം. അതേ സമയത്ത് ഈ ഫ്രീലാൻസ് എന്ന് പറയുന്ന അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട ഒരിതാണ്. അത് അത്രയ്ക്കും അതിനോട് അത്രയ്ക്കും ഡിവോട്ടഡ് ആയിട്ടുള്ള ആ രീതിയിലുള്ളവർക്കേ അത് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു ചാനലിൽ വരുന്നവർക്ക് അത്രയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഡെസ്കിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ന്യൂസിന് വേണ്ട കാര്യങ്ങൾ മാത്രമല്ലേ അവിടെ തയ്യാറാക്കുന്നുള്ളൂ. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം റിപ്പോർട്ടേഴ്സ് നമുക്ക് തരുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് റോയിറ്റേഴ്സിൻ്റെ ഫീഡുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. റിപ്പോർട്ടിംഗ് സൈഡിലാവും എടുക്കുന്നവർക്ക് കുറച്ചും കൂടി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും പോയി അവർക്കത് എടുക്കാം, അത് പറയാം, അവർക്ക് കുറച്ചും കൂടി ആ ഒരു ആസ്പെക്റ്റിൽ. അതുകൊണ്ട് മാത്രമാണ് ഇന്നുള്ള ഒരു 90% ആൾക്കാരും ചാനലിലോട്ട് തിരിയുന്നതിൻ്റെ ഒരു കാരണം.